വ്യക്തിപരമായ ആക്ഷേപങ്ങളിലും അപ്പുറം എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം സത്യം സംസാരിക്കാതിരിക്കുകയും കള്ളം മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, കള്ളം ലോകം ചുറ്റി വരുമ്പോൾ സത്യം ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങും. പക്ഷെ സത്യം എല്ലാവരും അറിയും, അതൊരു ശരിയായ കാര്യമാണ്. പക്ഷെ അതിനു മുൻപ് കള്ളമായിരിക്കും പ്രചരിച്ചിട്ടുണ്ടാകുക. അങ്ങനെ കള്ളങ്ങൾ മാത്രം പ്രചരിച്ച ഒരു ഘട്ടമാണ് ഈ 5 വർഷം. പ്രത്യേകിച്ചും ഞാൻ പലയിടത്തും പോകുമ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റൽ വിസിറ്റ്സ് നടത്തും, ഉദ്ഘാടനങ്ങളൊന്നും ഇല്ലാതെ. അങ്ങനെ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ആശുപത്രിയിലും പോയി. സുൽത്താൻ ബത്തേരി പോയപ്പോൾ ഒരു പ്രായമുള്ളൊരു അച്ഛൻ അവിടെ അഡ്മിറ്റായിരുന്നു. ഒരു കയ്യിൽ എടുത്തിട്ടുണ്ട്, തോർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത്, ഞാൻ വിചാരിച്ചു എന്തോ പരാതി പറയാനായി, കാരണം ഞാൻ രോഗികളുടെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും സംസാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, പറഞ്ഞാട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചത്. അപ്പോൾ ഞാൻ വെച്ചു എന്തോ ഒരു പരാതിയാണ്, ഉറപ്പാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഇടപെടുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങളിങ്ങനൊന്നും അല്ല എന്നെനിക്ക് മനസ്സിലായത്. മാത്രമല്ല, ആശുപത്രിയിൽ വന്ന് ചികിത്സ തേടിയപ്പോഴും ആശുപത്രിയുടെ സൗകര്യങ്ങളും ഈ പറയുന്നത് പോലൊന്നും അല്ല, നല്ലതാണ് എന്നെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വന്ന് പറയുന്നു, കുഴപ്പമില്ല കേട്ടോ, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കും എന്ന് പറയും. അപ്പോൾ അത്രയും ആക്രമണങ്ങൾ നേരിടുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ അവർ വന്ന് പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലുള്ള ആളുകളല്ല വന്നിട്ട്, സ്ത്രീകൾ പ്രത്യേകിച്ച് പറയും, സാരമില്ല കേട്ടോ, ഞങ്ങൾ കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരുന്നാട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് കൂടി ബോധ്യമാവുന്നു, ഇന്നയാൾ ആക്രമിക്കപ്പെടുന്നു, ഇന്നയാൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത ആളുകൾക്കുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ 5 വർഷം അതുണ്ടായിട്ടുണ്ട്. രാജിവെപ്പിക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടുണ്ട്. പിന്നെ ഈ അഴിമതിയുടെ ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ചു, എൻ്റെ PA പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു സത്യവും നീതിയും നിലനിന്നു. അത് തുടക്കം മുതൽ ആ നിലയിലുള്ള ഒരു തരത്തിൽ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്രമണം തുടക്കം മുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളെയാണ് ഞാൻ നേരിട്ടത്. ഒന്ന്, ഈ ആരോഗ്യ മേഖലയിൽ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ കോവിഡ്, പിന്നെ നിപ്പ. 2021 തന്നെ ഒരു നിപ്പ കേസ് ഉണ്ടായി, 23 ഔട്ട് ബ്രേക്ക് ഉണ്ടായി. അതിനിടയിൽ സിക്ക വന്നു, ആരും അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? സിക്ക റിപ്പോർട്ട് കൊതുകുജന്യ രോഗമാണ്. അത് സിക്ക വന്നാൽ ഗർഭിണികളായിട്ടുള്ളവരെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കാരണം കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മേഖലയിൽ അത് ഉണ്ടായപ്പോൾ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച് മുഴുവൻ പേരെ സ്കാൻ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളത് ഉറപ്പാക്കി ഓരോരുത്തരുടെ കേസ് സ്റ്റഡി നടത്തി. ആ ഒരു സ്വകാര്യ ആശുപത്രിയുടെ അവിടെയായിരുന്നു. ആശുപത്രിയിൽ വന്നവരെ എല്ലാം നമ്മൾ മോണിറ്ററിങ്ങിലായിരുന്നു. പക്ഷേ സിക്ക വളരെ ടോട്ടലി അണ്ടർ കൺട്രോളായി. അതോടൊപ്പം തന്നെ എംപോക്സ് വന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നവർക്കാണ്. പിന്നെ വീണ്ടും സിക്ക, അങ്ങനെ മഹാപ്രളയമല്ല, നമ്മുടെ ഉരുൾപൊട്ടൽ. അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ചസ്. അമീബിക് മസ്തിഷ്ക ജ്വരം, അത് ചികിത്സാ പദ്ധതിയാണ്. അപ്പോൾ ഇതെല്ലാം മുന്നോട്ട് പോകുമ്പോഴും ഇതേപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ വെല്ലുവിളികൾ പോലെ തന്നെ പുറത്തു നിന്നുള്ളൊരു വേട്ടയാടൽ വളരെ വളരെ ആസൂത്രിതമായിട്ട് നടത്തുന്നുണ്ടായി.